പ്രിയപ്പെട്ട കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് മക്കൾസ്. എന്താ സാർ നിലവിൽ പ്രിയപ്പെട്ട മക്കളെ എന്ന് വിളിച്ചു വരുന്നത്? ഇന്ന് പ്രത്യേകം കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്ന് എടുത്തു പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, പല കാര്യങ്ങളായിട്ടും പല സന്ദർഭങ്ങളിലായിട്ട് എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമുണ്ട്. പല സ്കൂളുകളിലും കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്തോ തഴയപ്പെട്ട ഒരു വിഷയമാണ്. 10ാം ക്ലാസ്സിൽ മാർക്കില്ലാത്തവർ വന്നെടുത്ത വിഷയമാണ്. അതുകൊണ്ട് ഇവരെവിടെയും എത്തൂല. ഇവർ +2 കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും സാധാ ഡിഗ്രി എടുത്തു പോയി അവരുടെ ജീവിതം അങ്ങനെ പോവും. അവർ മറ്റേ ജീവിതത്തിൽ ഉയർന്ന ജോലി വാങ്ങൂല. ഇങ്ങനെയുള്ള ഒരുപാട് പ്രതീക്ഷകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടു. അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ വിളിക്കാൻ പോകുന്ന എൻ്റെ മക്കളെ പ്രിയപ്പെട്ട കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് മക്കളെ എന്ന് തന്നെ വിളിക്കുന്നത്. കാരണം നിങ്ങൾ ലോകത്തിൻ്റെ പ്രതീക്ഷയാണ്. ഞാൻ ആദ്യം തന്നെ എടുത്തു പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രതീക്ഷയാണ്. ഞാൻ വീണ്ടും ഒരു കാര്യം പറയട്ടെ, ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആണി അടിച്ചു തരാണ് നിങ്ങൾക്ക്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു ചെറിയൊരു സ്റ്റോറി കൂടി കേൾക്കാം. നമ്മൾ സ്കൂളിൽ എന്തുമാവട്ടെ, ഇപ്പോൾ മുന്നിലേക്ക് വരാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷയാണ്. നമ്മളെ സ്കൂളിൽ ഓരോ ടീച്ചേഴ്സും നമ്മളെ മാറ്റി നിർത്തപ്പെടേണ്ടത്. ചിലപ്പോൾ ഈ പല വിഷയങ്ങളിൽപ്പെട്ട ആളുകൾ പറയാറുണ്ട്, സാറേ കൊമേഴ്സുകാർക്ക് സ്പെഷ്യൽ ഇല്ലല്ലോ, ഈ ഹ്യൂമാനിറ്റീസുകാർക്ക് സ്പെഷ്യൽ ഇല്ലല്ലോ, ഞങ്ങൾക്ക് എന്തിനാണ് സ്പെഷ്യൽ എന്ന് ചോദിക്കും. അപ്പോൾ അവർ ടീച്ചേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ കൊമേഴ്സുകാരാണ്, അവർ ഹ്യൂമാനിറ്റീസുകാരാണ്, നിങ്ങൾ അവരുടേത് നോക്കണ്ട. അതെന്താ, അത് വിഷയമല്ലേ? എല്ലാ ടീച്ചേഴ്സും പറയുന്നതല്ല പറയുന്നത്. പലരുടെയും വാക്കിൽ നിന്ന് എനിക്ക് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ഒരു സങ്കടം തോന്നിയതുകൊണ്ടാണ് പറയുന്നത്. എന്താ, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയല്ലേ സ്കൂളിൽ പോകുന്നത്? നിങ്ങൾക്കും സ്പെഷ്യൽ ക്ലാസ് വേണ്ടേ? നിങ്ങൾക്കും കറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ ഡിസ്കസ് ചെയ്ത് തരണ്ടേ? നിങ്ങൾ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് മക്കളെ. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, എൻ്റെ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് മക്കളെ ഞങ്ങൾ ചേർത്ത് പിടിക്കും. ഈ ക്രിസ്മസ് പരീക്ഷ ഞാൻ ഉറപ്പ് തരാണ്, നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാണ് മക്കളെ, നിങ്ങളെ ഒരിക്കലും നിങ്ങൾ വെറുതെയാവില്ല. ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, എജുപോർട്ടിൻ്റെ കൂടെ നിൽക്കാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഒരൊറ്റ കാര്യം, നമ്മൾ പറയുന്ന കൃത്യമായ ലൈവിൽ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൊണ്ടുവരണം. ഞാൻ വീണ്ടും ഒരു കാര്യം കൂടി പറയട്ടെ, സ്കൂളിൽ മറ്റുള്ള സബ്ജക്റ്റിനേക്കാളും കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിലുള്ള മക്കൾ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയെന്ന് സ്റ്റാഫ് റൂമിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇന്നയാൾക്ക് മാർക്കോ അല്ലെങ്കിൽ ഇന്നയാൾക്ക് ഇത്ര മാർക്കോ, ശരിക്കും സ്റ്റാഫ് റൂമിൽ അതൊരു ഭയങ്കര ചർച്ചയ്ക്ക് വിധേയമാകും. അതെങ്ങനെ സംഭവിച്ചു? കോപ്പി അടിച്ചതാണോ? ഒരു വിഷയത്തിൽ നമുക്ക് കോപ്പി അടിക്കാം, 2 വിഷയത്തിലും കോപ്പി അടിക്കാം. പക്ഷേ 3-4 വിഷയത്തിൽ നിങ്ങൾക്ക് ഇത്രയേറെ മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ യെസ് യു ക്യാൻ. അത് പ്രൂവ് ചെയ്തു കൊടുക്കണം നിങ്ങൾക്ക്. കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് തഴയപ്പെട്ടവരല്ല, മാർക്കില്ലാത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും സീറ്റ് കിട്ടിയാൽ മതി എന്ന പേരിൽ വന്നവരല്ല. അവർ പഠിക്കാൻ വേണ്ടി വന്നവരാണ്. പഠിച്ചുന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് എത്താൻ വന്നവരാണ്. അവർ ആകാശം മുട്ടെ പറക്കാൻ വേണ്ടി വന്നവരാണ്. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നിങ്ങളാരും അവരെ മൈൻഡ് ചെയ്യാത്തപ്പോൾ, അവർ തഴയപ്പെട്ടവരായി സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ മാർക്ക് കുറഞ്ഞവരായി പോയവരായിരിക്കും. നിങ്ങളുടെ കൂടെ മക്കളെ ഞാനിതാ വീണ്ടും പറയാണ്, നെഞ്ചിൽ കൈവച്ചുകൊണ്ട്, ഇത് വെറും വാക്ക് പറയുന്നില്ല, ഒരു പരസ്യവാചകമായിട്ട് നിങ്ങളിത് കണക്കാക്കണ്ട. ഇത് എനിക്കും നേരിട്ടത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളെ ചേർത്ത് നിർത്താൻ, നമ്മൾ ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചേർത്ത് നിർത്താൻ നിങ്ങളുടെ കൂടെയുണ്ട്. ആ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് ബാക്കി നമ്മുടെ പബ്ലിക് എക്സാം, അത് പിന്നെയുള്ള കാര്യം, അത് അടിപൊളിയാക്കും നമ്മൾ. ആദ്യം നിങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും നിങ്ങളുടെ ആളുകളെയൊക്കെ കൂട്ടിവാ. നമുക്ക് കാണിച്ച് കൊടുക്കേണ്ടടാ, നമുക്ക് കാണിച്ച് കൊടുക്കണ്ടേ? മറ്റുള്ള സബ്ജക്റ്റിൻ്റെ മുന്നിൽ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്താണെന്ന് കാണിച്ച് പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക്. ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇത്രക്കും, ഞാൻ ഇതുവരെ വളരെ സ്ലോലി കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരാണ്. എന്തുകൊണ്ടാണ് സാറേ ഇത്രക്കും നിങ്ങളൊരു, നമ്മൾ പറയല്ലേ, ഒരു ഭയങ്കര റൂഡായിട്ട് സംസാരിക്കുന്നത്? ഒരുപാട് കുട്ടികൾ മെസ്സേജ് ചെയ്തുകൊണ്ടാണ് മക്കളെ. സാറേ ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇല്ല, ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് തരുന്നില്ല, ഞങ്ങൾക്ക് ഒരുപാട് ചാപ്റ്റർ തീരാനുണ്ടായിട്ട് പോലും ഞങ്ങളെ പരിഗണിക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ പരിഗണന എന്നുള്ള വാക്ക് എജുപോർട്ടിലൂടെ ഞങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് തരാൻ പോവാൻ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, നമ്മുടെ ചാനലുകൾ ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കുക. അവരുടെ അടുത്ത് നിന്ന് നമ്മൾ 1 രൂപ വാങ്ങുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമാണ്, അവരെ പരിചയപ്പെടുത്തി കൊടുക്കുക. എജുപോർട്ടിൻ്റെ സഹായവും സഹകരണവും പരിചയപ്പെടുത്തി കൊടുക്കുക. നമ്മൾ നെഞ്ചോട് കൂടി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് എൻ്റെ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സിലെ മക്കളെ. ലവ് യു മക്കൾസ്. ബൈ.
കഴിഞ്ഞു.